മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോളും ആദിലയും ഇങ്ങനെ സലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നൂറ ആദിലനോട് പറയുന്നുണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സലാം മടക്കാൻ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നത് പോലെ വലൈക്കും അസ്സലാം എന്ന് സലാം മടക്കുമെന്ന് പറയുന്നുണ്ട്. അനുമോൾ മടക്കി ഇക്ക മടക്കി എന്നൊക്കെ പറഞ്ഞ് അനുമോളുടെ മുഖത്തൊക്കെ കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം ഷാനവാസ് അനുമോളോട് പറയുന്നുണ്ട്, ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനും അക്ബറും ആ കൺസെഷൻ റൂമിൽ പോയിട്ട് അവിടെ എന്തായിരുന്നു പ്രശ്നം? അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഞാൻ വന്ന് ചോദിച്ചായിരുന്നു, എല്ലാവരുടെ കൂടെ ഞാനും ചോദിച്ചായിരുന്നു, അപ്പോൾ ഇക്ക ഒന്നും പറഞ്ഞില്ല എന്ന്. അങ്ങനെയല്ലായിരുന്നു ചോദിക്കേണ്ടത്. ഇക്ക എന്താ അവിടെ സംഭവിച്ചത്? ഇക്ക ഒരു സോറി പറയണം ആദ്യം അനുമോൾ പഠിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ആ പ്രശ്നത്തിലേക്ക് എന്നെ വലിച്ചഴിച്ചത് അനുമോൾ തന്നെയാണ്. അനുമോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. അനുമോൾ വിളിച്ചിട്ടാണ് ഞാൻ വന്നതെന്ന്. അപ്പോൾ അനുമോൾ പറയുന്നത് ശരിയാണ്, ഇക്ക ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് വന്നത്, ഞാനത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നിൻ്റെ കുടുംബ പ്രേക്ഷകർ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ നീ നിൻ്റെ വില കളയരുത് അനുമോളെ. വെറുതെ അഹങ്കാരവും അഹന്തയും കൊണ്ട് നടക്കരുത്. ഞാൻ പറയുന്നു, ഒരു മാപ്പ് പറഞ്ഞാൽ അത്രയും നിനക്ക് നല്ലതാണ് കിട്ടുള്ളൂ. കാരണം നീ അത് മാപ്പ് പറയാൻ പോലും നീ അത് ഇതാവുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഞാൻ അതിന് തെറ്റൊന്നും ചെയ്തില്ല, ഞാൻ ഇക്കാനോട് ചോദിച്ചു. അതിനുശേഷം നിങ്ങൾ രണ്ടുപേരും അവിടെ ഭയങ്കര ചിരിച്ച് കൂളായിട്ട് വന്നിരുന്ന് സംസാരിക്കുകയാണ് ഞാൻ കണ്ടത്. പിന്നെ ഞാൻ എന്തിനാണ് അങ്ങനെ വന്ന് ചോദിക്കുന്നത്? ഞാൻ ഒരു വട്ടം ചോദിച്ചു, ഇക്ക ഒന്നും പറഞ്ഞില്ല എന്നോട്. അങ്ങനെയാണോ നീ പറയേണ്ടത്? അപ്പോഴേക്കും റെന ഫാത്തിമ പറയുന്നുണ്ട്, ഇക്ക അങ്ങനെയൊന്നും പറയില്ല, ഇക്കക്ക് നെഗറ്റീവ് ആവും പുറത്തുനിന്ന്. അനുമോൾക്ക് പുറത്ത് നല്ല ഇമേജ് ആണെന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ അവളുടെ കൂടെയല്ലേ നിൽക്കേണ്ടത്? പക്ഷെ ഞാൻ അവൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ സെൽഫിഷ് ആകരുത് അനുമോളെ. എനിക്ക് നിൻ്റെ കൂടെ നിന്നിട്ടുള്ള ഇതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് പറയാനുള്ളത് ഞാൻ നിന്നോട് ഇപ്പോൾ തുറന്ന് തന്നെ പറയാം. അതിന് ഇനിയിപ്പോൾ ഞാൻ പുറത്ത് പോകേണ്ട വന്നാലും ഞാൻ പോകുക തന്നെ ചെയ്യും. എനിക്ക് ആ ഒരു പേടിയൊന്നുമില്ല. അപ്പോൾ റെന ഫാത്തിമ പറയുന്നുണ്ട്, ഇപ്പോൾ അനുമോൾക്ക് എതിരെ പറയുന്നവരെല്ലാം ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നുണ്ട്, സൂക്ഷിക്കണം ഇക്കാന്ന്. എനിക്ക് അങ്ങനത്തെ ഒരു പേടിയൊന്നുമില്ല എന്ന് ഷാനവാസ് പറയുന്നുണ്ട്.